ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ 3 പഴം എടുത്തിട്ട് എന്നാ പരിപാടി എന്നറിയാവോ? മറ്റൊന്നുമല്ല, നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ പഴം നുറുക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ 3 പഴം എടുത്തിട്ട് അപ്പച്ചമ്പിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജാഗരി അല്ലെങ്കിൽ വെല്ലം ഉരുക്കിയിട്ടുള്ള ഒരു പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ വെല്ലപ്പൊടി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ വെല്ലപ്പൊടി വെള്ളത്തിലിട്ടിട്ട് പാനിയാക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അന്നേരം വെല്ലപ്പൊടീൻ്റെ കൂടെ ഒരു കട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി തികഞ്ഞില്ലല്ലോ എന്നോർത്തിട്ട് അങ്ങനെ ഇട്ട് അത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പഴത്തിനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ടാണ് അടുത്ത പരിപാടി. എടുത്ത പഴത്തിൽ 2 നല്ല പഴുത്ത പഴമായിരുന്നു. ഇത് ഇച്ചിരി പഴുപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പം നമ്മുടേതായ ഒരു ഇഷ്ടത്തിലുള്ള ഒരു കുക്കിംഗ് ആയതുകൊണ്ട് റെസിപ്പിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷനൊക്കെ വന്നേക്കാം. അങ്ങനെ ഈ പഴം ഇച്ചിരി പഴുപ്പ് കുറവുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. ഞാൻ ജസ്റ്റ് ഇത് വേവിച്ചെടുത്തതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കരപ്പാനൊക്കെ ഇട്ടിട്ട് വേവിക്കുമ്പോൾ ഒരു പക്ഷേ നല്ല രീതിയിൽ വേകൂലായിരിക്കും. വെന്താലല്ലേ ടേസ്റ്റ് വരുള്ളൂ. ആ ഒരു കാരണത്താലാണ് ഞാൻ ഇതിനെ പുഴുങ്ങിയെടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ പുഴുങ്ങിയെടുത്ത പഴം ഞാനിവിടെ നമ്മുടെ ചക്കരപ്പാനി റെഡിയായി വെച്ചപ്പം അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിൻ്റെ പാനിക്കകത്ത് കിടന്നിട്ട് നമ്മുടെ വാഴയ്ക്ക് ഇങ്ങനെ ഗുളുഗുളൂന്നാക്കുന്ന സമയത്ത് ഇവിടെ എടുത്തു വെച്ച തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. അത് നമുക്ക് കാണാമല്ലോ. അത് നന്നായിട്ട് അവിടെ കിടന്ന് വേവട്ടെ. കാരണം നമ്മുടെ ശർക്കര പാനിയും തേങ്ങാപ്പാലും കൂടെ അങ്ങ് നന്നായിട്ട് മിക്സഡായിട്ട് വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും കിട്ടുകയുള്ളൂ എന്നൊക്കെ കണ്ടു. അതായത് അങ്ങനെ രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം വന്ന് നല്ലൊരു മധുരവും നല്ലൊരു മണവും ഒക്കെ കൂടെ മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പം ഏകദേശം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നെയ്യും കൂടെ ആഡ് ചെയ്തപ്പം നമ്മുടെ വിഭവം ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഗ്യാസ് ഓഫാക്കാം. നല്ല രീതിയിലുള്ള സൂപ്പറായിട്ട് എന്തായാലും എനിക്ക് നല്ലൊരു കാര്യം മനസ്സിലായി. ഞാൻ പഴം പഴുപ്പ് കുറച്ച് പഴം എടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇതും കൂടെ കിട്ടിയത് കേട്ടോ. അല്ലാതെ എല്ലാം പഴുപ്പ് പോയേനെ, അളിഞ്ഞു പോയേനെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചായനും രസമൊക്കെ കൊടുത്തിട്ട് എനിക്ക് അഭിപ്രായം കേൾക്കണം, എന്നാലേ ഞാൻ സംതൃപ്തി ആവത്തുള്ളൂ. അപ്പം പപ്പടവും കൂടെ വറക്കണം. പപ്പടവും കൂടെ വറുത്തിട്ട് ബാക്കി കാണാം ഗൈസ്. അങ്ങനെ ഞാൻ നമ്മുടെ പഴം നുറുക്കുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പനും മോളും പയ്യെ സ്റ്റാർട്ടിങ് ചെയ്തു. ഈ ചായ സത്യസന്ധമായിട്ട് പറയണം, ഇതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ്? വെറുതെ തിന്നിട്ട് അഭിപ്രായം അങ്ങനെയല്ല, സൂപ്പർ എന്ന് പറഞ്ഞില്ല. അത് കഴിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് എന്താ ടേസ്റ്റ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തെങ്കിലും ആയിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? എനിക്ക് കഴിച്ചപ്പം ഒരു സംഭവം സാമ്യം തോന്നി, അതാണ് ചോദിക്കുന്നത്. വെച്ചാൽ നല്ലതാണെങ്കിൽ നല്ലതെന്നും ചള്ളാണെങ്കിൽ ചള്ളമെന്ന് പറയുന്നുണ്ട്. നല്ലതെന്ന് വിശ്വാസത്തോടെ ഞാനും കഴിച്ചു നോക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കങ്ങനെ നമ്മുടെ ചക്കവരട്ടിയൊക്കെ പോലെ ടേസ്റ്റ് തോന്നി. അപ്പോൾ ഇത് നല്ലൊരു എളുപ്പമായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നല്ലതായിട്ട് പഴുത്ത് എടുത്ത് എല്ലാം എടുത്ത്, പക്ഷേ അതിനകത്ത് ഒരെണ്ണം മാത്രമേ ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ് എടുത്തന്ന. പക്ഷേ അതിലൊരു ഗുണമായിട്ടുണ്ട്. പഴുപ്പ് കുറഞ്ഞ പഴം എടുത്തോണ്ട് എല്ലാം അളിഞ്ഞു പോയിട്ടില്ല. അപ്പം നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലാതെ അരിഞ്ഞിട്ടിട്ട് ഡയറക്റ്റ് പാനിയിലേക്ക് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആണോ? രണ്ടും വ്യത്യാസമുണ്ട്. എൻ്റെ വയലേക്ക് തന്നെ ഇച്ചിരി ഒരു ടേസ്റ്റ് നോക്കട്ടെ. എന്തായാലും എൻ്റെ ഫോണ് കയ്യിലാണ്. കേട്ടോ, വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്നാക്സ് ആയിട്ടുണ്ട്. പക്ഷേ രസമോളൊക്കെ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കഴിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഒരു ഓണം സ്പെഷ്യൽ പോലെ ഉണ്ടാക്കിയതാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്താ കഴിച്ചാൽ ഈവനിങ് അല്ല, ഇപ്പോൾ നൈറ്റ് ആയിട്ടോ. ഓക്കെ, ശരി എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.